ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുളിച്ച് ഫസ്റ്റ് ഒരു ഡേറ്റിംഗ് മിറർ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ എൻ്റെ ഔട്ട്ഫിറ്റ് ചെക്ക് ചെയ്തു. എങ്ങോട്ടാണ് റെഡി ആയിട്ട് ഇങ്ങനെ കുളിച്ച് പോകുന്നത്? വേറെ എങ്ങോട്ടല്ല, കോയമ്പത്തൂർ മരുതമലയിലോട്ടാണ് മുരുകനെ കാണാൻ വേണ്ടി പോയത് കേട്ടോ. കുറേ ഈ വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ അമ്പലം ഒന്ന് വിസിറ്റ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. പിന്നെ കുറേ ആഗ്രഹിക്കുന്നു പോകുന്നത്. പിന്നെ നോക്കുമ്പോൾ ഒരു 11 അറൗണ്ടായി അവിടെ എത്തുമ്പോൾ തന്നെ പിന്നെ നല്ല ക്യൂ ആയിരുന്നു. ഒരു 1 അവർ അറൗണ്ട് അവിടെ നിന്നെങ്കിലും അത്യാവശ്യം ക്യൂ നീങ്ങി പോകണ്ടായിരുന്നു. പിന്നെ നല്ലപോലെ ഒന്ന് ദർശനമൊക്കെ കിട്ടിയൊരു പീസ്ഫുൾ മൈൻഡായിട്ട് തന്നെ നല്ലപോലെ മുരുകനെ നന്നായി തൊഴുതാൻ പറ്റി. പിന്നെ ഈ കുറെ കിട്ടപ്പോൾ ഒരു ഫുൾഫിൽ ആയിട്ട് തമിഴ് മങ്കിയായെന്നൊരു സംശയം ഇല്ലാതില്ല. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചെറിയൊരു മഴപ്പാറലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സംഭവം അവിടെ നല്ല മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ നാട്ടിലെ പോലെ ചെറിയൊരു പാറ്റിലേ ഉണ്ടാവുള്ളൂ. ഒരുപാട് മഴയൊന്നും പെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നല്ലപോലെ തന്നെ തൊഴുതി. എന്താണെന്നറിയില്ല, കുറേ കാലത്തിന് ശേഷം മുരുകനെ കണ്ടുകൊണ്ടാണോ അത് ഈ വർക്ക് പ്രഷറിൻ്റെ ഇടയിൽ ഒരു പീസ്ഫുൾനെസ് കിട്ടാൻ വേണ്ടിയതുകൊണ്ടാണോ എന്നറിയില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നിയില്ല കേട്ടോ. കുറേ നേരം തന്നെ മുരുകനെ നോക്കിക്കൊണ്ട് കുറേ ഇരുന്നു. പിന്നെ താഴോട്ട് വന്നപ്പോഴാണ് പ്രസാദം നോക്കുമ്പോൾ കുരുമുളക് ഇട്ടൊരു കൂട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു റൈസ് കഴിക്കുന്നത്. പിന്നെ വിശന്നുകൊണ്ട് നന്നായി കഴിച്ച് അതിന് നേരെ നോക്കുമ്പോൾ കാവട് പിടിച്ച് കുറേ പേര് പോകുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ട് കാവടയൊക്കെ പിടിച്ച് ഇങ്ങനെ പോകുന്നത് കാണാൻ. പിന്നെ ഒരു കുഞ്ഞു കുറഞ്ഞ് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കുന്നത് അതിന് കറക്റ്റായിട്ട് അതിന് കിട്ടി. പിന്നെ നോക്കുമ്പോൾ പ്രസാദമൊക്കെ മേടിച്ച് അവിടെ നിന്ന് നേരെ താഴ്വാരത്തിലോട്ട് വന്നു ഈ ഒരു വേൾഡ് വ്യൂ കാണുന്നത് അടിപൊളിയാണ്. പിന്നെ താഴ്വാരത്ത് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ എനിക്ക് ഇനി വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. പാർട്ട് 2 നമുക്ക് ടിൽ ദെൻ ബൈ.